ഹലോ, നമസ്കാരം. മേടമാസത്തിലെ ആദ്യ ദിനം പൊന്നിൻ വിഷുക്കണി കണ്ടുകൊണ്ട് ഐശ്വര്യത്തിലേക്ക് കണ്ണു തുറക്കുന്ന ദിനം. കണിയും കൈനീട്ടവും കണിക്കൊന്നയുമായി മറ്റൊരു വിഷുക്കാലം കൂടി. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ വിഷു ആഘോഷ രാവിലേക്ക് ഏവർക്കും സുസ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കണിക്കൊന്നയും കണിവെള്ളരിയും പൊൻപ്രഭ ചൊരിയുന്ന ഉണ്ണിക്കണ്ണനെയും കണി കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സുദേവാത്മജൻ
ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും എന്നത്തെയും പോലെ ഈ വിഷുക്കാലവും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ദൈവദശകത്തോടെ നമ്മുടെ വിഷു ആഘോഷ പരിപാടികൾ നമുക്കിവിടെ ആരംഭിക്കാം. ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്താൽ മതി. ഗ്ലൗസ് വേണം. ഗ്ലൗസ് അവിടെ എൻ്റെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. വേണ്ടല്ലേ, കൈ എന്തായാലും കവർ ചെയ്ത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇടന്നാൽ മതി. സുഖിക്ക് ഗ്ലൗസ് ഉണ്ട്, അതാണ് ചോദിച്ചത്. പിന്നെ നമുക്ക് ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാത്തിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറൽ ലോതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാമനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഏതൊരാഘോഷമായാലും അതിൻ്റെ തനിമ ചോരാതെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു SNCSൻ്റെ BOD അംഗങ്ങളായ ആക്ടിംഗ് ചെയർമാൻ ശ്രീ പ്രകാശ് KP,
General Secretary Sri Srikanth M.S., Cultural Secretary Sri Ambli Sridharan, Assistant Secretary Sri Shane Chellappan, Cultural Convener Srimati Soumya Sunish, Joint Convener Srimati Suji Ajit, Ladies Forum Convener Srimati Sangeeta Gogul. ഇതിനോടൊപ്പം നാളത്തെ നമ്മുടെ വിഷുസദ്യ ഒരുക്കുന്നതിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന ശ്രീ അരുൺ കുമാർ, ശ്രീ പ്രസാദ് വാസു എന്നിവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി ആശംസകൾ അറിയിക്കുന്നതിനായി SNCS ആക്ടിംഗ് ചെയർമാൻ ബഹുമാന്യനായ ശ്രീ പ്രകാശ് KP ക്ഷണിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വർഷത്തിൻ്റെ ആരംഭമായ വിഷു നമ്മുടെ എല്ലാ ജീവിതത്തിലേക്കും പുതുമയുടെ മണക്കാറ്റ് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക സമയമാണ്. വിഷുക്കണിയും കണിക്കൊന്നയും കൈനീട്ടവും പാട്ടുകളും നന്മ നിറഞ്ഞ കാഴ്ചകളും നമ്മളെ വേറെ ഒരു തലത്തിലെത്തിക്കുകയാണ്. ഇന്ന് നാം എല്ലാം ഒരുമിച്ച് ചേരുന്ന ഈ സന്തോഷത്തോടെ നിറഞ്ഞ ആഘോഷവേളയിൽ പുതുവർഷം നമ്മെ എല്ലാവരെയും സന്തോഷത്തിലും ആരോഗ്യത്തിലും സമൃദ്ധിയിലും നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ആഘോഷം നല്ല ഓർമ്മകളായി നമ്മളെ അനുഗമിക്കട്ടെ. കുടുംബസമേതം എല്ലാവർക്കും സന്തോഷകരമായിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനീയനായ SNCSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകാന്ത് M.S. ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആക്ടിംഗ് ചെയർമാൻ ശ്രീ പ്രകാശ് KP, മറ്റു മെമ്പേഴ്സ്, SNCS മെമ്പേഴ്സ്, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പൊൻകണി 2025 രണ്ടാം ദിവസമായ ഇന്നത്തെ ഈ പരിപാടിയിലെത്തിയ എല്ലാവരെയും ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീകാന്ത്. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി SNCS അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ഷൈൻ CA ക്ഷണിക്കുന്നു. അടുത്തതായി SNCSൻ്റെ ബഹുമാനരായ കൾച്ചറൽ സെക്രട്ടറി ശ്രീ അമ്പിളി ശ്രീധരനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേദിയിലിരിക്കുന്നതും ശാസ്ത്രീയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ വിഷു കണി എല്ലാവർക്കും ഒരു നല്ല നന്മയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ നല്ല പ്രോഗ്രാമുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് തീരുന്നിടം വരെ ഇരുന്ന് കണ്ട് എല്ലാവരും നല്ല പ്രോത്സാഹനം കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തീർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ അമ്പിളി ശ്രീധരൻ. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി കൾച്ചറൽ കൺവീനർ ശ്രീമതി സൗമ്യ സുനീഷിനെ ക്ഷണിക്കും. ആദരണീയനായ SNCS ആക്ടിംഗ് ചെയർമാൻ പ്രകാശ് ചേട്ടൻ, ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകാന്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻ ചേട്ടൻ, പിന്നെ പ്രസാദേട്ടൻ, അരുൺ, പ്രിയപ്പെട്ട SNCS കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. പൊൻകണി 2025 രണ്ടാം ദിവസമായ ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നതിനൊപ്പം നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും നിറഞ്ഞ പ്രോത്സാഹനവും അവർക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു സായന്നം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി കൾച്ചറൽ കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനർ ശ്രീമതി സുജി അജിത്തിനെ ആശംസ അറിയിക്കുന്നതിനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. പൊൻകണി 2025 ഈ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും സ്നേഹം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ 80ഓളം കുട്ടികളടക്കം 80ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു 1.5 ആഴ്ച കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഇവിടെ അണിയിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികൾക്കും നിറഞ്ഞ കയ്യടിയും സ്നേഹവും എല്ലാവരും കൊടുക്കണം. എല്ലാ പ്രോഗ്രാമുകളും നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊൻകണി 2025 കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് ആസ് പാർട്ട് ഓഫ് കൾച്ചറൽ കമ്മിറ്റി. താങ്ക് യു. നന്ദി ശ്രീമതി സുജി അജിത്ത്. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി SNCS ലേഡീസ് ഫോറം കൺവീനർ ശ്രീമതി സംഗീത ഗോകുലിനെ ക്ഷണിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. വിഷു സന്ധ്യ 2025 എത്തിച്ചേർന്ന നിങ്ങളേവർക്കും ആദ്യമായി വിഷു ആശംസകൾ നേരട്ടെ. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം മാത്രമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സംഗീത ഗോകുൽ. അടുത്തതായി നമ്മുടെ നാളത്തെ വിഷുസദ്യ ഒരുക്കുന്നതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ പ്രസാദ് വാസുവിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, നമുക്കറിയാം നമ്മളെല്ലാ വർഷവും ഓണം, വിഷു നമ്മുടെ വീട്ടിലൊരു ആഘോഷമായിട്ട് തന്നെ വിപുലമായി ആഘോഷിക്കുകയാണ്. ഈ നമ്മുടെ ഇന്നത്തെ സായാഹ്നം ധന്യമാക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നാളെ നമ്മുടെ നടക്കുന്ന വിഷു സദ്യ നല്ല രീതിയിൽ ആകുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ നാളത്തെ സദ്യയുടെ ക്രമീകരണങ്ങളനുസരിച്ച് എല്ലാവരും ആ സമയങ്ങളിലെത്തി അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് ടീമും എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ പ്രസാദ് വാസു. അടുത്തതായി ബഹുമാനിയായ ജനറൽ സെക്രട്ടറി ബഹുമാനിയായ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ശ്രീ ഷൈൻ ചെലപ്പനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും ഒരു വിഷു ആശംസ നേരുകയാണ്. ഇന്ന് ഇവിടെ ഈ ഒരു ചെറിയ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നമുക്കറിയാം, ഇന്നിവിടെ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായ കൾച്ചറൽ പ്രോഗ്രാമാണ് ആദ്യമായി നടക്കാൻ പോകുന്നത്. നമ്മുടെ ജോയിൻറ്റ് കൺവീനർ സൂചിപ്പിച്ച കൾച്ചറൽ കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനർ സൂചിപ്പിച്ച പോലെ 80ഓളം കുട്ടികളെ ഈ വേദിയിലേക്ക് തയ്യാറാക്കി എടുത്തത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അതിന് നേതൃത്വം നൽകിയ കൾച്ചറൽ സെക്രട്ടറി ശ്രീ അമ്പിളി ശ്രീധരൻ്റെയും അതുപോലെ തന്നെ കൾച്ചറൽ കമ്മിറ്റി കൺവീനർ സൗമ്യ സുനീഷിൻ്റെയും നേതൃത്വത്തിലുള്ള കൾച്ചറൽ കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഈ കമ്മിറ്റിയുടെ ഭാഗം മാത്രമല്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും കുട്ടികളെ തയ്യാറെടുക്കുന്നത് 2 ആഴ്ച കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിരവധി കോർഡിനേറ്റേഴ്സ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച ശ്രീമാൻ അനിമോൻ, ശ്രീ അരുൺകുമാർ, ശ്രീമതി രമ്യ അരുൺ, ശ്രീമതി രമ്യ ശ്രീകാന്ത്, കുമാരി നിഹാരിക, കുമാരി വന്ദന സുനീഷ്, ശ്രീമതി അർച്ചന അജീഷ്, ശ്രീമതി നിമിഷ അരുൺ എന്നിവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനറായ സുജി അജിത്ത്. അടുത്തതായി ഈ പരിപാടിയുടെ മൊത്തമായ ഒരു ചിട്ട എന്ന് പറഞ്ഞത് ഒരു ഫുൾ ഒറ്റ പരിപാടിയായിട്ടാണ് പോകുന്നത്. ഓരോരോ കൊച്ചു പരിപാടികളല്ല, ഒരു ഫുൾ ലെങ്തിൽ പോകുന്ന ഒരു ചെറിയ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പരിപാടി പോകുന്നത്. അതിന് നേതൃത്വം നൽകിയ ശ്രീമതി സംഗീത ഗോകുൽ, അതുപോലെ തന്നെ വിഷ്ണു ദേവദാസ്, ഇവർക്ക് 2 പേർക്കുമുള്ള അകമഴിഞ്ഞ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ MC ആയിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീമതി
അഞ്ജന രാജേഷ്, അതുപോലെ തന്നെ ശ്രീമാൻ വിഷ്ണു ദേവദാസ് എന്നിവരാണ്. ഇവർക്കുള്ള നന്ദി അറിയിക്കുന്നു. സാങ്കേതിക സഹായം, ഈ പരിപാടി ചിട്ടപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക സഹായം നൽകി വരുന്ന ശ്രീ അജിത് കുമാർ CK, ശ്രീ ഗോകുൽ കൃഷ്ണൻ, ശ്രീ ജിനേഷ് രാജേന്ദ്രൻ എന്നിവരുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ നമുക്ക് ഏവർക്കും അറിയാം, വളരെ സ്വാദിഷ്ടമായ ഒരു സദ്യ നാളെ നമുക്ക് കഴിക്കാനായിട്ട് അതിനുള്ള കഷ്ടപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരുൺകുമാറും പ്രസാദിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു ടീം അപ്പുറത്ത് വലിയൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. ഈ പരിപാടിക്ക് ശേഷം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ സദ്യ ടീം, ഈ സദ്യ ഒരുക്കാൻ സഹായിക്കുന്ന ശ്രീ അരുണിനും ശ്രീ പ്രസാദ് വാസുവിനുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ആ സദ്യ ടീമിലെ ഫുൾ ടീമിന് കാരണം വലിയൊരു ടീമാണ്. ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയിലേക്ക് മിസ് ചെയ്തു പോകും. അതുകൊണ്ട് ലീഡേഴ്സിൻ്റെ മാത്രം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. കൂടാതെ ഇന്നിവിടെ സദ്യയ്ക്ക് വേണ്ടിയ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ SNCS ലേഡീസിൻ്റെയും കൂടാതെ പുരുഷന്മാരും എല്ലാവരും ഇന്ന് ഈ പരിപാടിക്ക് ശേഷം ആ സഹായം ആവശ്യമാണ്. പച്ചക്കറി അരിയുക, മറ്റു കാര്യങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക, ടേബിൾ അറേഞ്ച് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാവർക്കും, ഈ ടീമിനെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന കൊച്ചുകുട്ടികൾ, ആ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ വേദിയിൽ കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി SNCSൻ്റെ പ്രിയ BOD അംഗങ്ങളെ. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും തിരികെ സദസ്സിൽ ഉപവിഷ്ടരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കൾച്ചറൽ പ്രോഗ്രാമുകളാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കൂട്ടുകാർ എല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ്. അല്ല, അത് നമ്മുടെ ഷൈൻ ചേട്ടനല്ലേ? അതെ, ഷൈൻ ഭായി ആണല്ലോ. മോനെ പാട്ട് മാറിപ്പോയല്ലോടാ. നമ്മുടെ ആ പഴയ സിഗ്നേച്ചർ സോങ് ഇല്ലേ, അതില് അതാണ്. എൻ്റെ പൊന്ന് ഷൈൻ ഭായ്, നിങ്ങൾക്ക് ഈ പാട്ടെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? സോറി, ഞാൻ ആ പാട്ട് മാറ്റുന്ന കാര്യം മാത്രം എന്നോട് പറയരുത്. എനിക്ക് ഈ കളരിവിളക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പോലെ വരാനാണ് എനിക്കിഷ്ടം. പിന്നെ വിഷ്ണു, പരിപാടിയെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. നമ്മുടെ വിഷു ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുറവുണ്ടാവരുത്. നമ്മുടെ കൊച്ചു കുട്ടികളെല്ലാവരും അവിടെ
റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും മേക്കപ്പ് ചെയ്ത് റെഡിയാക്കിയ ഒരു കുറവുണ്ടാവരുത്. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷൈൻ ചേട്ടാ നീട്ടൊരു വിളി. തീർച്ചയായിട്ടും പഞ്ഞു വരും. ഓക്കെ അല്ലേ? ഓക്കെ. മോനെ മറ്റേ പാട്ടിട്ടെ ഒന്നുകൂടെ എക്സിറ്റ് ആവണം. അതുകൊണ്ടാ വേവട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി SNCSലെ ജൂനിയർ ഗേൾസ് ടീമിനെ ക്ഷണിക്കുന്നു. രംഗത്ത് കുമാരിമാരായ ആരാധ്യ ബിജു, അക്ഷിത പ്രസാദ്, ശ്രിയ ശ്രീകാന്ത്, ജ്വാല ജയചന്ദ്രൻ, കൃഷ്ണനന്ദ ജിനേഷ്, ഇഷ അരുൺ, അലങ്കൃത അമ്മയ മനോജ്. നൃത്ത സംവിധാനം ശ്രീമതി സംഗീത ഗോകുൽ. You feeling when you look into my eyes? What you feeling when you're by my side? നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ കാതോർക്കും ഞാൻ. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ പിടയും ഞാൻ. അനുപദമൊരു താളം ഇനി നിറയും പുലരികൾ തന്നിൽ ശ്രുതിമീട്ടും അറിയാൻ പറയാൻ ഞാൻ. പകൽ പോലെ ഇരുൾ പോലെ കടൽ പോലെ നിലവ് പോലെ എന്നും നിന്നിൽ ഞാൻ. കൃഷ്ണമിഴി കളിതാതിടു നീ വിസ്മയത്തെ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയും നീ. കൃഷ്ണമിഴികളിതാതിടു നീ വിസ്മയത്തെ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയുന്നേ. चस्के की भी दवाई है नहीं, जी भर के अब जीने भी रे दीवारे गिरा दे रे, रोके ना कोई हमको यहाँ, सारी झंझट भुला दे रे, थोड़ी सी पिला दे रे, यूं ही घूमे घूमे ये जहाँ. ओ यारा नाचे नाचे डंकारा बाजे बाजे धूम धड़ाके हाँ, दीवाने सारे रफ्तारा नाचे नाचे डंकारा बाजे बाजे आगे 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 हाँ. ओ यारा रफ्तारा नाचे नाचे डंकारा बाजे बाजे धूम धड़ाके हाँ, दीवाने सारे रफ्तारा
അടിപൊളി ഡാൻസ് ആയിരുന്നു. സൂപ്പർ മക്കളെ. നമ്മുടെ മക്കൾക്കൊരു നിറഞ്ഞ കൈയോടി കൊടുത്തേ. ഇനി എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അല്ലേ? ഒരു മിനിറ്റ് വിഷ്ണു, ഇതുപറ്റി ആരോ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് ഇവിടെ നിന്നുള്ളവരായിട്ട് തോന്നുന്നില്ലല്ലോ. ആരാണ്? കാണുന്നില്ലേ? ആരോ രണ്ടുപേര് വരുന്നുണ്ടല്ലോ. ഇതിപ്പോ എവിടുന്ന് വരുവാണോ? കണ്ടിട്ട് ഇവിടെ ഉള്ളവരാണെന്ന് തോന്നില്ലല്ലോ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഹലോ. ഇവർക്ക് നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആരാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. മനുഷ്യരപ്പാ, നിങ്ങൾ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാറില്ലേ? ഞാൻ പ്രശസ്ത ബഹിരാകാശ യാത്രികൻ ബിജു ഫിൽമോർ. ഇതെന്റെ സഹയാത്രിക അനിത വില്യംസ്. ഞങ്ങൾ കഴിഞ്ഞ 10 മാസക്കാലമായി ഒരു പേടകത്തിൽ ഭൂമി ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാഴ്ചയായുള്ളൂ ഭൂമിയിലെത്തിയിട്ട്. മിസ്റ്റർ ബിജു, എനിക്കിവിടെ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നു. ടു മച്ച് ഹോട്ട്. ഓ, വെൽക്കം വെൽക്കം. നമ്മൾ ആദ്യമായിട്ടാണ് നെല്ലശ്ശേരി 2 ബഹിരാകാശ യാത്രികരെ കാണുന്നത് അല്ലേ? എന്തായാലും ഇന്ന് നമ്മുടെ വിഷു പ്രോഗ്രാം നടക്കുകയല്ലേ? നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥികളായിട്ട് നമ്മൾ ഇവരെ പരിഗണിച്ചാലോ? തീർച്ചയായും. അപ്പോ വിഷ്ണു, നമുക്ക് കൂടെ ഒരുപാട് ബഹിരാകാശ കഥകളും കേൾക്കാൻ പറ്റും. തീർച്ചയായും. പ്രിയ SNCS കുടുംബാംഗങ്ങളെ, SNCS ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും പ്രാധാന്യം അറിയിക്കുന്ന 2 ഗസ്റ്റുകൾ ഇവിടെ ലഭിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷുവാഘോഷ പരിപാടിയുടെ മുഖ്യ അതിഥികളായി ഇന്ന് ഈ പരിപാടി അവസാനിക്കും വരെ ഇവർ നമ്മളോടൊപ്പം ഇവിടെ തുടരുന്നതായിരിക്കും. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? അല്ലേ, നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെയാ ജീവിക്കുന്നത്? എന്താണ് ഇത് ബഹിരാകാശത്തെ എന്ത് ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നറിയോ? എന്താണ്? അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുമല്ലേ? ഇഷ്ടം പോലെ ഫുഡും ആവശ്യത്തിനും ഫുഡുവാ. അല്ല, അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഉൽക്കകളുടെ ഇടയിൽ? അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഉൽക്കകൾ വരുമെന്നേ ഉള്ളൂ. ഉൽക്കകൾ വരുമ്പോൾ നമ്മളൊന്ന് പേടകം പെട്ടിക്കണം. പേടകം പെട്ടിക്കുമ്പോൾ ഉൽക്കകൾ ഭയങ്കരം തന്നെ അല്ലേ വിഷ്ണു? അല്ല, ഇവിടെ എന്തോ വിഷു പ്രോഗ്രാം നടക്കുകയല്ലേ? നമുക്ക് അടുത്ത പ്രോഗ്രാം കണ്ടാലോ? അതെ, തീർച്ചയായും. തീർച്ചയായും. പ്രിയപ്പെട്ടവരെ, നമ്മളിനി അടുത്തൊരു ഡാൻസിലേക്ക് പോവുകയാണ്. ബഹിരാകാശ കഥകളൊക്കെ പറയാനായി ഇവർ ഇവിടെ നമ്മളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാകും. അടുത്ത നൃത്തവുമായി വരുന്നു കുമാരിമാരായ കൃഷ്ണജ ജിനേഷ്, നക്ഷത്ര ബിനു, നന്ദന രതീഷ്, നിരഞ്ജന രാജീവ്, ഹരിപ്രിയ അജീഷ്, അശ്വതി സെൻ, അശ്വിനി സെൻ, ഗഗന ശോഭി ആൻഡ് ആത്മിക മണികണ്ഠൻ. ഡാൻസ് കോറിയോഗ്രാഫി കുമാരി അമൃത അമ്പിളി.
பாவைதான் குந்தன் கைகளாட்டி வைக்கும் நூல் பாவைதான் முகுந்தா முகுந்தா கிருஷ்ணா முகுந்தா முகுந்தா வரம் தா பிருந்தாவனம் தாவனம் தா. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா. திருமகனே திருமகனே நீ ஒரு நாழிகை பாராய் வெண்ணிற புறவியில் வந்தவனே மேல்விழி மொழிகள் கேளாய் அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா. സൂപ്പർ മക്കളെ, ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നല്ലേ. ഒരു കുഞ്ഞുങ്ങൾക്കൊരു നിറഞ്ഞ കൈയോട് കൊടുക്ക്. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ വിഷ്ണു. എന്തോ ചേച്ചി? നമ്മുടെ കഴിഞ്ഞ ഓണം പരിപാടിക്ക് അലമ്പുണ്ടാക്കിയ രണ്ടുപേരും ഓർമ്മയില്ലേ? അവരാണെന്ന് തോന്നുന്നത് അവിടെ എത്തിയിട്ടുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാനുള്ളവരോ. ആര്? ആരവരോ? അവർ ഇന്നലെ അപ്പുറത്തെ ക്ലബിൽ വടംവലി മത്സരത്തിൽ തോറ്റ് തുന്നം പാടിയിട്ട് രണ്ട് ടീമുകളാണ്. ഇവരിവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാ? തോറ്റ് തുന്നം പാടിയുള്ളവരോ? അതാ ഇത്ര കലിപ്പ്. വരട്ടെ. എന്തിനുള്ള പുറപ്പാടാണാവോ? നമ്മുടെ ഷൈൻ ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? ആ പുള്ളി ആ പാട്ടൊക്കെ ഇട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവും. എന്തായാലും പുള്ളി പറഞ്ഞിട്ട് പോയാലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ. ഒന്ന് വിളിക്കാം. ഷൈൻ ചേട്ടാ, ഇതെന്താ പുള്ളി ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വരുന്ന വരവുണ്ടോ. കുറച്ചു മുമ്പ് മമ്മൂട്ടി ഫാനായിരുന്നല്ലോ. Attention please, this is not the second part of 20th century. This is the creation of Amal Neerath and the crew. Dedication to the fans, he's coming right after you. Sagar, Elias, Jackie, reloaded. അല്ല ഷൈൻ ചേട്ടാ, ഇതെന്ത് പറ്റി? തോളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊരു ലാലേട്ടൻ ഫാൻ കൂടിയാണ്. എമ്പുരാൻ 5 തവണയാണ് ഞാൻ കണ്ടത്, അറിയോ? എൻ്റെ പൊന്ന് ഷൈൻ ഭായ്, നിന്ന് കഥാപ്രസംഗം നടത്താതെ അങ്ങോട്ട് നോക്കിയേ. രണ്ടുപേരെ കണ്ടോ? നല്ല ഒന്നാം തരം അലമ്പന്മാരാ. എന്തോ അലമ്പുണ്ടാക്കാനുള്ളവരാ.
ഇത് അവന്മാരല്ലേ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയേ? അതെ അതെ അതെ. ആ മൊട്ടത്തല അല്ലേ? അതെ 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 അതെ. അതന്നെ. ചേട്ടാ ഒന്ന് ഡോണ്ടോറി, നമ്മൾ മാനേജ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇവന്മാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹാൻഡിൽ ചെയ്തല്ലേ. നല്ല കലിപ്പിലുള്ള വരവാ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മള് നാളെ കാണണ്ടേ? നമ്മള് നാളെ കാണണ്ടേ? എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം, ഒപ്പമിരുന്ന് തട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉള്ളിൽ സങ്കടമുണ്ടട്ട്, സിന്ദാബ 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 സിന്ദാബ. എന്താ സഹോദരന്മാരുടെ പ്രശ്നം എന്താ? അതിപ്പോ കണ്ടില്ലേ മുഖത്തെ ആ ആഢ്യത്വം, ആ ഐശ്വര്യം കണ്ടില്ലേ? എന്താ എന്താ പ്രശ്നം എന്താ? അതോ സുഹൃത്തെ, പറ. ഇപ്പൊ സമയം എത്രയായി? നമ്മുടെ കുട്ടികൾ അവിടെ 5 മണി മുതൽ റെഡി ആയിട്ട് നിൽക്കുക. എന്താ അവരെ പരിപാടിക്ക് വിളിക്കാത്തെ? വിഷ്ണു എന്ത് പറ്റി? ക്ഷമിക്കണം ചേട്ടന്മാരെ, നമുക്കിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. പ്രശസ്ത ബഹിരാകാശ യാത്രികൻ മിസ്റ്റർ ബിജു, മിസ് അനിത. ശരിക്കും ഇതെന്തുവാടേ? ഒരു നിമിഷം. ഹലോ, ആടി രമ്യ, നീ എന്തെടുക്കുവാ? ഉറങ്ങുവാണോ? നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ബഹിരാകാശ യാത്രികരെ ഭയങ്കര ഇഷ്ടമാണെന്ന്? ഇത് എന്റെ അടുത്ത് 2 പേര് വന്നിട്ടുണ്ട്. ഞാനൊന്ന് കൊടുക്കാൻ, നീ സംസാരിക്കുക കേട്ടോ. ചേട്ടാ, പെങ്ങളാ. നിങ്ങളെ പെങ്ങളാ? എന്റെ ഭാര്യ. തന്റെ പെങ്ങളായിട്ട് കണ്ടാ മതി, സംസാരിക്കുക. ഹലോ, ഏലിയൻസിനെ കാണാറുണ്ടെന്നോ? പിന്നല്ലേ, ഞങ്ങൾ അവറ്റകളെയൊക്കെ വെടിവെച്ചിടുന്നേ. വലിയ ശല്യമാ. അപ്പൊ ശരി, സന്തോഷം. മിസ്റ്റർ ബിജു, എലിയുടെ കാര്യമാണോ പറഞ്ഞേ? അല്ലപ്പ, ഏലിയൻസേ ഈ തലയിൽ ആന്റിനൊക്കെ വെച്ച് ഇങ്ങനെ വരത്തില്ലേ? എത്ര എണ്ണത്തെ നമ്മൾ വെടിവെച്ചിട്ടേക്കുന്നേ. മിസ്റ്റർ വിഷ്ണു ആൻഡ് മിസ് അഞ്ജന, ഇവർ പറയുന്ന ടീമിന്റെ പെർഫോമൻസ് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അവരെ ഒന്ന് വിളിക്കാമോ? ഓടിവാ കണ്ണാ നീ പാടിവാ കണ്ണാ, ഓമന കണ്ണനുണ്ണി ആടിവാ കണ്ണാ.
ഉലകിനു മേഘനായകൻ. പ്രിയമുള്ളവരെ, ഈ മനോഹരമായ രാധാകൃഷ്ണ നൃത്തം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത് കുമാരിമാരായ അനിക സന്തോഷ്, സൂര്യഗായത്രി, ബിനു തേജസ്വി, ശ്യാം, ആരുഷ് ദേവ് ലതീഷ്, അനയ സഞ്ജയ്, ദക്ഷിണ സുനീഷ്, നീരജ് രതീഷ്, അച്യുത കൃഷ്ണ മനോജ്, അയാൻ ബിജേഷ്, ആഗ്രഹ മണികണ്ഠൻ, സച്ചിൻ നിമിഷ അരുൺ, അമയ മനോജ്. നൃത്ത സംവിധാനം ശ്രീമതി സംഗീത ഗോകുൽ. കണ്ടാ ഞങ്ങളുടെ പിള്ളേരുടെ ഡാൻസ് കണ്ടാ ഇതാരപ്പ രണ്ട് കിളികൾ വരണ്ടല്ലോ. അത് ശരിയാണല്ലോ, ഈ ഡാൻസിനിടയ്ക്ക് അതങ്ങ് മറന്നുപോയി. ആ ചേച്ചി, നമ്മുടെ ഈ പ്രോഗ്രാം ലിസ്റ്റിൽ ആരാ ചവിട്ട് നാടകം ആടിയത്? ഓ അത് പിന്നെ ചവിട്ട് നാടകം ഞങ്ങൾ ചെയ്താൽ മതിയോ? സൗമ്യ പൂമാരാരാ ഇതെവിടെ നിന്ന് വന്ന ഈ വായി നോക്കിയോള് തന്നാരോടോ? എനിക്കെന്താ വേണ്ടത്? അത് പിന്നെ സൗമ്യേ, ഇത് രാവിലെ നമ്മുടെ ലേഡീസ് ഫോറംകാർ ആഡ് ചെയ്തതാ. ഇനിയിപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത പ്രശ്നമാവുമോ? ടൈം മൊത്തം മാറിപ്പോ ഇതുകൂടെ ആഡ് ചെയ്താൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? സുജി, സൗമ്യ, എന്തായി? ഞങ്ങളുടെ ചവിട്ടുനാടകത്തിന്റെ ടൈമായോ? ഞങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ, പറയാൻ മതിയേ. ഓക്കെ. അത് പിന്നെ ചേച്ചി, ഈ പെൺപിള്ളേനാരും ഇങ്ങോട്ട് വിളിച്ചേ. എന്താടോ ഗോകുലേട്ടൻ? സംഗീത കോളേജിൽ വിട്ട് വന്നതേ പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു ഇത്ര കാലം? പഠിക്കുന്ന കാലത്ത് ഭരതനാട്യത്തിനും കുച്ചിപ്പിടിക്കും പങ്കെടുക്കുന്ന എല്ലാ വിഷയത്തിനും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ആ ഉണ്ടക്കണ്ണിയെ ആരാധനയായിരുന്നു. സ്റ്റേജിൽ കയ്യടി നേടിയിരുന്ന ആ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. പോരുന്നോ കൂടെ? കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്ന് തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. സംഗീത ഇങ്ങോട്ട് വന്നേ. സോറി 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 സുജി, സൗമ്യ, ഞാനേ കുറച്ച് നമുക്കൊരു അടിപൊളി ഡാൻസ് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.
മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ടുകളിലൊന്നും എനിക്ക് തോന്നായി ചേച്ചി വേണം. வேற மாதிரி ட்ரை பண்ணலாம். ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടാ. പൊട്ടപ്പെട്ട നോക്കടാ, തുടുത്ത പുങ്കവിളി, നനുത്ത കുടിമിഴി, മുത്താരം മുകിലാരം മുത്തമേഘം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിക്കും. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്പിണി പെണ്ണു വന്നാൽ
എന്റെ സജിത്തെ ഒരു ന്യൂജൻ പാടാൻ പറ്റുമോ? Suban. 1, 2, 3, 4. സാറിന് പ്രേമൊന്നുമില്ലായിരുന്നോ? ഇവന്റെയാ ഇവൻ പ്രേമലോകിയാണ് ദിനത്തിൽ 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 ഗോകുല പാല പാലക ഗോപികമാരുടെ കാമ്പുക ഉണ്ണിക്കണ്ണാവായും ഉണ്ണിക്കണ്ണാവാ കടമുടുത്ത വല്ലക കപട നാട്യസൂത്രക ഉണ്ണിക്കണ്ണാവായും ഉണ്ണിക്കണ്ണാവാ ഞാൻ പോകുന്നു. ബൈ ബൈ. നമ്മുടെ പിള്ളേർ പൊളിച്ചോട്ടോ. പ്രിയമുള്ളവരെ, കയ്യടി പോരാ, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് നല്ല ഉഷാറായിട്ട് കയ്യടി പോരട്ടെ. പവിത്രേട്ടാ, നല്ല ഉഷാറായിട്ട് കയ്യടിച്ചു. അപ്പോ മിസ്റ്റർ ബിജു ആൻഡ് മിസ് അനിത, നിങ്ങൾക്ക് ഈ ബഹിരാകാശത്തെ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എമ്മാതിരി കാര്യങ്ങളാണെന്നേ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഒരു ദിവസം മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബഹിരാകാശത്ത് ഞങ്ങളവിടെ വെള്ളത്തിന് പകരം മിൽക്ക് ഷേക്കാണ് കുടിക്കാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തുമ്പിക്കൈ. ആരാ? നമ്മുടെ ഗണപതി ഭഗവാനെ പുറത്ത് സവാരിക്ക് ഇറങ്ങിയതാ. എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കൈവീശി കാണിച്ചു. ഞാനൊരു വേന്തോ കിട്ടു. എന്തോ വിശേഷമുണ്ട്. വേഗം അടുത്ത ടീമിനെ വിളിച്ചോട്ടോ. അതെ അതെ, തീർച്ചയായിട്ടും. അടുത്തതായി ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നമ്മളെല്ലാം അല്പനേരത്തേക്ക് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി SNCSന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ അണിനിരക്കുന്ന ഒരു ഫിലിം സോങ് വിഷ്വലൈസേഷനാണ്. അതിനെ ക്ഷണിക്കുന്നു ശ്രീ ശിവരാജൻ KP, ശ്രീമതി അനിത ശിവരാജൻ, ശ്രീ ബാബു TP, ശ്രീമതി സീന സാബു, ശ്രീ വ്യ സജീവൻ, ശ്രീമതി ഷാജ സജീവൻ, ശ്രീ അജീഷ് NK ആൻഡ് ശ്രീമതി അർച്ചന അജീഷ്.
തിരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാവാടിക്കരയുള്ള പാവാടക്കാരി നിൻപദങ്ങളിൽ മനുഷ്യനായ കൊച്ചൊക്കെ നാം വേണം. പദങ്ങളിൽ നൃത്തമാടി സ്വപ്നജാലം നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വീടാടി ഒന്ന് വെറുതെ ഇരിക്കുന്നു. പദങ്ങളിൽ നൃത്തമാടി സ്വപ്നജാലം തളരുന്നോ നീ വിളറുന്നോ നീ നാളത്തിനാലെ വാടുന്നു നീ തളരുന്നോ നീ വിളറുന്നോ നീ നാണത്തിനാലെ വാടുന്നു നീ തളരല്ലേ വിളരല്ലേ മധുരമുമ്പരം തന്ന താരകേതി പദങ്ങളിൽ നൃത്തമാടി മുല്ലപ്പും പള്ളിയിലോ കൂട്ടിക്കവിളിലോ അല്ലിമലമീലോ ഞാൻ മയങ്ങി മുല്ലപ്പും പള്ളിയിലോ കൂട്ടിക്കവിളിലോ അല്ലിമലമീലോ ഞാൻ മയങ്ങി പല്ലാക്ക് മൂക്കു കണ്ടു ഞാൻ കൊതിച്ചു പല്ലാക്ക് മൂക്കു കണ്ടു ഞാൻ കൊതിച്ചു കല്യാണമെന്നു കെട്ടി കൈവിരിക്കണ നാളൊരു കല്യാണമെന്നു കെട്ടി കൈവിരിക്കണ നാളൊരു കൊല്ലാതെ കൊല്ലണ പൂമാരൻ നമ്മെ കൊല്ലാതെ കൊല്ലണ പൂമാരൻ അല്ല ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണോ? കവിളിണൈ കുങ്കുമമോ പരിഭവന്ന പരാതികളോ കവിതയുമായി
ഇതെന്തൊരു ശല്യം. നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഉഷാറായേ. അത് പിന്നെ ആരാ കളിച്ചേ? അതെ മിസ്റ്റർ ബിജു പറഞ്ഞ പോലെ ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അല്ലേ? ഒരു നിറഞ്ഞ കൈ കൊടുക്കും. മിസ് അഞ്ജന, നിങ്ങളുടെ പരിപാടിയൊക്കെ ഉഷാറായി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അല്ലെ മിസ്റ്റർ ബിജു? ഇത്രയും ചെറുചെറുക്ക് ഞങ്ങളുടെ കൽപ്പന ചവളയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ബഹിരാകാശ ലോകത്തിലേക്ക് സ്വാഗതം. എന്തിന്? നമുക്ക് വെറുതെ ചായ കുടിച്ച് സ്വറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. ബഹിരാകാശം നമുക്ക് ഇങ്ങനെ പറന്ന് പറന്ന് നടക്കാം. പോകാം. എന്താണ് അവിടെ ഒരു ബഹളം? ആരും കൊണ്ട് വരുന്നുണ്ടല്ലോ ചേച്ചി. നിങ്ങൾക്ക് ആരാ? നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? ഇവിടെ ഞങ്ങളുടെ വിഷു പ്രോഗ്രാം നടക്കാണെന്നറിയില്ലേ? പൊന്നു മക്കളെ, ബുദ്ധിമുട്ട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഇവരെ കൊണ്ടുപോകുന്നതാ. അയ്യോ ചേട്ടാ, അത് നടക്കില്ല. ഇന്നത്തെ ഞങ്ങളുടെ വിഷു പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥികളാണ് ഇവര്. ഇവരോ? ഈ വട്ടന്മാരാണ് നിങ്ങളുടെ അതിഥികള്? നിങ്ങൾക്കറിയോ ബഹിരാകാശത്തെ ടൂർ പോകാന്ന് പറഞ്ഞ് കത്ത് എഴുതി വെച്ചിട്ട് കുതിരവട്ടത്തുനിന്ന് ചാടിപ്പോന്ന ടീംസാണ് അവര്. എന്റെ കൊച്ചുപൊടി കഴിഞ്ഞിട്ട് വരാം. കൊച്ചുപൊടി കഴിഞ്ഞിട്ട് കൊച്ചുപൊടി കഴിഞ്ഞിട്ട് വരാം. കൊച്ചുപൊടി കഴിഞ്ഞിട്ട് വരാം. കൊച്ചുപൊടി കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ സ്റ്റേജിലേക്ക് ഒന്ന് കടന്നു കാണണം. അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു ഇതെങ്കിൽ പോലും നിങ്ങളെല്ലാവരും ഇത് ആസ്വദിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രയും നേരമുള്ള ഞങ്ങളുടെ ഈ പരിപാടി നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിറഞ്ഞ കൈയടി. ഇനി നാളെയാണ് നമ്മുടെ വിഷുസദ്യ നടക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കൂപ്പൺ മുൻകൂട്ടി കൈപ്പറ്റിയുണ്ട് എന്നറിയാം. നിങ്ങൾക്ക് ലഭിച്ച കൂപ്പണിൻ്റെ ടൈം പ്രകാരം നാളെ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്ന് നമ്മുടെ വിഷുസദ്യ ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ശുഭരാത്രി.
എല്ലാവരും ഭക്ഷണം കഴിച്ചു.